ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇപ്രാവശ്യം ഞാൻ ദുബായിലോട്ട് പോകുന്നത് തന്നെ. ദുബായിൽ പോയിട്ട് എവിടെ നിന്നൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ആകെ ഒരു മൈൻഡ് സെറ്റേ ഉള്ളൂ, വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഉള്ള ടൈം മൊത്തം നമ്മൾ ഫുഡ് അടിച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ദുബായ് സീരീസിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ഡേ നമ്മൾ ലാൻഡ് ചെയ്ത് നേരെ പോയത് ഞങ്ങളുടെ സ്വന്തം സത്താറാമയുടെ വീട്ടിലോട്ടാണ്. അവിടെ സെമിത്ത് നമ്മൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ലാംബ് ചോപ്സും ബീഫ് ലിവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബീഫ് ലിവറൊക്കെ ഞാൻ ഇത്രയും ടേസ്റ്റോടുകൂടി കഴിക്കുന്ന. കിഡിലനായിരുന്നു. അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. ഫൈനലി നമ്മൾ ദുബായിൽ എത്തിയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയും നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ദുബായിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലത്തിൽ ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടിങ് യൂസ് ചെയ്യുന്ന നമുക്കൊരു ഈസി ടാസ്ക് ആയിരിക്കില്ല. ഇത് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവൽ പാർട്ണർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഫ്ലൈ ചെയ്യാനാ അവർ ഫോർച്യൂണർ കാർ വിത്ത് ഡ്രൈവറെ നമുക്ക് എൻ്റെ ട്രിപ്പ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ ഔട്ട് ജേണി കിഡിലനായിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് മാരിറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ദുബായിലെ മന്തി ലവേഴ്സിന്റെ ഫേമസ് ഫുഡ് സ്പോട്ടിൽ ഒന്നായ കസസൽ മന്തിക്കാണ്. നാട്ടിലത്തെ മന്തിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്, ഇതൊന്നും മന്തിയല്ല, മന്തി കഴിക്കണമെങ്കിൽ ദുബായിക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ സാക്ഷാൽ മട്ടൻ ഹനീദാണ് ഞാൻ ഓർഡർ ചെയ്തത്. നിങ്ങളൊരു മട്ടൻ ലവർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഫുഡ് സ്പോട്ട് മിസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രാവശ്യം ദുബായിലെ മന്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു സാധാരണ ഹനീദല്ല, ഹറൂഫ് ഹനീദാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയത് ദുബായിലെ ലീഡിംഗ് ബിസിനസ്മാനും എൻ്റെ ഒരുപാട് സുഹൃത്തും ആസ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ CP സാലിഖാന്റെ വീട്ടിലോട്ടാണ്. സാലിഖാനായിട്ട് ഒരുപാട് ക്വാളിറ്റി ടൈം നമ്മൾ അവിടെ വെച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത്. ഓൾമോസ്റ്റ് 18 ദിവസമാണ് ദുബായിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെ ലൈക്കും സപ്പോർട്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.